കോമണേഴ്സിന് ഒരു എൻട്രി വൈറ്റ് ഗോൾഡ് ത്രൂ നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ട്. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. നാളെ മുതൽ ഏഷ്യനെറ്റിൽ പ്രൊമോ വരും. അങ്ങനെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം വരുന്നു മക്കളെ, പുതിയ കോമണേഴ്സ് പ്രൊമോയുമായിട്ട് വീണ്ടും വരുന്നു. കോമണേഴ്സ് പ്രൊമോ നമ്പർ 3. മൈജിയുടേത്, അനീഷിൻ്റെത് കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാലേട്ടം എന്ന് പറഞ്ഞത് കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ വൈറ്റ് ഗോൾഡിൻ്റെത് വരാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളുടെ ഒരു സംശയം പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു ഗോസിപ്പ് സാധനം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ അതങ്ങ് കൺഫേം ആയി. കാരണം ലക്ഷ്മി നക്ഷത്രയുടെ തന്നെ ബൈറ്റ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കോമണേഴ്സിന് വീണ്ടും 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 അവസരം കൊടുക്കുകയാണ് ഇത്തവണത്തെ നമ്മുടെ മലയാളം ബിഗ് ബോസ്. കോമണേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാകരയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലെ ഇനി ഒരു സീസണിൽ കോമണേഴ്സിന് പങ്കെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര ചാൻസസ് ആ ബിഗ് ബോസ് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ മലയാളം ബിഗ് ബോസില്. അപ്പൊ ഇനി നിങ്ങൾ പ്രേക്ഷകരെ നമുക്ക് അവസരം തന്നില്ല, എടുത്തില്ല, കണ്ടില്ല എന്നൊന്നും പറയരുത്. ഏതാണ്ട് 10-15ഓളം പേർക്ക് ഇത്തവണ അവർ അവസരം കൊടുക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പുതിയ അവസരത്തിന് വേണ്ടിയിട്ട് എന്താണ് പുതിയ സംഭവം എന്നും പറഞ്ഞുതരാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഗോൾഡിന്റെയോ ഒക്കെ ഒരു കമ്പനി ആയിട്ടുള്ള അവര് കൂടി ഇത്തവണ സ്പോൺസറായിട്ട് മാറുകയാണ്. മലയാളം ബിഗ് ബോസിനെ മാത്രമല്ല, തെലുങ്ക് ബിഗ് ബോസും കന്നഡ ബിഗ് ബോസും ഒക്കെ ഉണ്ട്. അപ്പോ അവരുടെ ഭാഗമായിട്ടും കോമണേഴ്സിനെ ഇത്തവണ എടുക്കുന്നുണ്ട്. ആ പ്രൊമോ ഇന്ന് വരുമെന്നാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം പറയുന്നത്. ആദ്യം നമുക്ക് ലക്ഷ്മി നക്ഷത്രം പറയുന്ന ഫുൾ വീഡിയോ ഒന്ന് കേട്ട് നോക്കാവേ, കണ്ടു നോക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ശരിക്കും എനിക്ക് തോന്നുന്നില്ല സൗത്ത് ഇന്ത്യയിൽ ഒരു ബ്രാൻഡും ഇത്രയധികം ലാംഗ്വേജസിൽ ഇത്രയധികം സ്റ്റേറ്റ്സിൽ ചെയ്യുന്നുണ്ടെന്ന്. കാരണം കേരള, അതുപോലെ തന്നെ തെലങ്കാന, ആന്ധ്ര, അങ്ങനെ പോവാണ്. അതുപോലെ തന്നെ കർണാടക. അപ്പൊ ബിഗ് ബോസ് മലയാളം, ബിഗ് ബോസ് തെലുങ്കു, അതുപോലെ തന്നെ ബിഗ് ബോസ് കന്നഡ. സോ ഇത്രയും 3 ഷോസ് ആണ് അറ്റ് എ ടൈം നമ്മുടെ വൈറ്റ് ഗോൾഡ് ബ്രാൻഡ് ചെയ്യണേ. അതും ആദ്യമായിട്ടായിരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ബ്രാൻഡ്. അതും എടുത്തു പറയേണ്ടത് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യവസായി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബിസിനസ് ടൈക്കൂണായി മാറുന്നു. അപ്പോൾ ഇത്തവണ നമ്മളെല്ലാവരും വി ആർ മോസ്റ്റ് വെയിറ്റഡ്. ഇനിയിപ്പം ഇതിനു മുമ്പത്തെ ബ്രാൻഡുകൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക്, അതായത് കോമണേഴ്സിന് ഒരു എൻട്രി വൈറ്റ് ഗോൾഡ് ത്രൂ നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ട്. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. നാളെ മുതൽ ഏഷ്യനെറ്റിൽ പ്രൊമോ വരും. സോ വൈറ്റ് ഗോൾഡിലൂടെ നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ത്രൂ നിങ്ങൾക്കും ഇനി ഏഷ്യനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഒരു ഭാഗമാവാം. അത് മലയാളത്തിൽ മാത്രമല്ല, ലൈക്ക് തെലുങ്കുവിലാണെങ്കിലും അതുപോലെ തന്നെ കന്നഡയിലാണെങ്കിലും ഒക്കെ. സോ ഇത്തവണ ഇനി അവസരം കിട്ടിയില്ല എന്ന് പറയേണ്ട. ഒരു കോമണർ അല്ല, ഒരുപാട് കോമണേഴ്സ് ഉണ്ട്. സോ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. സോ ഏഷ്യനെറ്റ് വാച്ച് ചെയ്യുക, വൈറ്റ് ഗോൾഡിന്റെ പ്രൊമോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഒരാൾ വന്നിട്ട് പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആള് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. കേട്ടല്ലോ. അപ്പോ ഇന്ന് പ്രൊമോ വരും എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്നലെ കൊടുത്ത ഒരു ബൈറ്റ് ആണ്. അപ്പൊ അതിനകത്താണ് പറയുന്നത്, വൈറ്റ് ഗോൾഡിന്റെ പരസ്യം നിങ്ങൾ നോക്കുക, അതിനകത്ത് ഒരാൾ വന്നിട്ട് പറയും എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാധനം ഒരാൾ പറയുന്നു. പക്ഷെ അത് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ നിങ്ങൾ നോക്കണം. എനിക്ക് തോന്നുന്നത് ലക്ഷ്മി നക്ഷത്രം തന്നെ ആയിരിക്കും ആ പ്രൊമോക്കകത്തുള്ളത്. കാരണം ലക്ഷ്മി നക്ഷത്രയാണ് വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മുടെ കേരളയിലെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, പുറത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം പുള്ളിക്കാരിയാണ് ഇതിന്റെ കുറെ ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്യുന്നതും ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പുള്ളിക്കാരിയുടെ പേരാണ്. സോ ലക്ഷ്മി നക്ഷത്രം പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് പ്രൊമോ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമുക്ക് നോക്കിയിരിക്കാം. മിക്കവാറും വൈകിട്ട് 6 മണിക്ക് 6:30 തന്നെയല്ലേ നമ്മുടെ പ്രൊമോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറെ കാലഘട്ടം അല്ലേ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. കോമണേഴ്സിന് വീണ്ടും അവസരം കൊടുക്കുകയാണ്. അതിപ്പം മലയാളം ബിഗ് ബോസിൽ മാത്രമല്ല, ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ പോലെ തെലുങ്കിലും കന്നഡയിലും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കന്നഡയിൽ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു വൈറ്റ് ഗോൾഡിന്റെ പ്രൊമോ. വേറെ ഏതോ ആരോ ചെയ്യുന്നത്, എനിക്ക് അയാളെ അറിയത്തില്ല. വൈറ്റ് ഗോൾഡിന്റെ പ്രൊമോ ഞാൻ കന്നഡയിൽ കണ്ടായിരുന്നു. അരക്യൂ പറക്കി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തെലുഗുവിൽ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ തെലുഗുവിൽ ഇന്ന് വരുമായിരിക്കും. മലയാളത്തിൽ എന്തായാലും ഇന്ന് വരും എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിന് കഴിഞ്ഞ തവണ ഇപ്പം നമ്മുടെ മൈജിക്ക് അപ്ലൈ ചെയ്തവരും ലാലേട്ടൻ പറഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തവർ വീണ്ടും ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ലക്കുണ്ട്, നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക്
കാലിബർ ഉണ്ട്, നിങ്ങളുടെ കഴിവ് അങ്ങോട്ട് നിങ്ങളുടെ ഇന്റർവ്യൂസിൽ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ അഗ്നിപരീക്ഷയിലോട്ട് സെലക്ട് ആവും. ഏതാണ്ട് 10-15ഓളം പേര് അതിനകത്ത്, എനിക്ക് തോന്നുന്നു വൈറ്റ് ഗോൾഡിന്റെ ഭാഗമായിട്ട് 5 പേര്, ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് 5 പേര്, പിന്നെ നമ്മുടെ മൈജിയുടെ ഭാഗമായിട്ട് 5 പേര്, അങ്ങനെ എല്ലാവരും കൂടി മിക്സ്ചർ ചെയ്തിട്ട് അതിനകത്ത് നിന്നായിരിക്കും കുറെ പേര് എന്ത് ചെയ്യുന്നത്, അവരവരുടെ കഴിവിനനുസരിച്ച് ഒരു 6-7 പേരോളം സീസണിലോട്ട്, മെയിൻ സീസണിലോട്ട് സെലക്ട് ആവുന്നത്. എനിവേ കാത്തിരിക്കുക മക്കളെ, അപ്ലോഡ് ചെയ്യുക, വൃത്തിയായിട്ട് അപ്ലോഡ് ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി 3ാമത് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുക. ഒന്നിപ്പഴച്ചാ പിന്നെ എപ്പോഴെന്നാ 3 സോ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്റർവ്യൂ ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് കോമണാസിന്റെ. പലരും പറയുന്നുണ്ട് സന്തോഷം, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.